ഹായ് ഹലോ വെൽക്കം. എല്ലാവർക്കും സിഒ കമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഡ്രഗ് കൺട്രോളർ ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സാമിൻ്റെ റീഷെഡ്യൂൾ ഡേറ്റ് എന്ന് വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ ഇനി അതിനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കേരള PSC ഔദ്യോഗികമായിട്ട് പരീക്ഷയുടെ പുതുക്കിയ തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതുക്കിയ എക്സാം ഡേറ്റ് നോക്കാം. അപ്പോൾ കേരള PSCയുടെ പുതുക്കിയ കലണ്ടർ നോക്കുമ്പോൾ ഇന്നലെ റീസൺ ഫോർ മോഡിഫിക്കേഷൻ പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, മഴയും പ്രതികൂല കാലാവസ്ഥയായിരുന്നു എക്സാം മാറ്റിവെക്കാനുള്ള കാരണം. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ആഗസ്റ്റ് മാസം 4, 5, 6, 10 എന്നീ തീയതികൾ നടത്താനിരുന്ന എല്ലാ പരീക്ഷയും മാറ്റിവെച്ചിട്ടുണ്ട്. ഈ മാറ്റിവെച്ച പരീക്ഷകളെല്ലാം ഇനി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് നവംബർ മാസം 3, 4, 5, 6 എന്നീ തീയതികളിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതുക്കിയ എക്സാം ഡേറ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ പുതുക്കിയ എക്സാം ഡേറ്റ് പ്രകാരം അതായത് ഡ്രഗ് കൺട്രോൾ ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സാം റീഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് നവംബർ 4-ലാണ്. കാറ്റഗറി നമ്പർ 615/2025 ഡ്രഗ് കൺട്രോളർ ടെക്നിക്കൽ അസിസ്റ്റന്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എക്സാം പ്രിപ്പറേഷൻ നിർത്തിവെച്ചിട്ടുള്ളവർ എത്രയും വേഗം തന്നെ പ്രിപ്പറേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കൂടുതലും പ്രാധാന്യം കൊടുക്കേണ്ടത് മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ റിവിഷനും ആയിരിക്കണം. അപ്പോൾ എക്സാമിന് ഇനി അധികം സമയം ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പഠിച്ച ടോപ്പിക്സ് വീണ്ടും റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ എത്രയും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെയുള്ള കെമിസ്ട്രി റിലേറ്റഡ് എക്സാം നോട്ടിഫിക്കേഷൻസിനും അപ്ഡേറ്റ്സിനും കൂടാതെ തന്നെ ഫ്രീ ആയിട്ടുള്ള കെമിസ്ട്രി ക്ലാസ്സുകൾക്ക് നമ്മുടെ സിഎക്കം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.